ഇതിൽ അറിയേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം നിലവിൽ ഈ ഫൈനൽ പ്രവേശനം തന്നെ വിനേഷ് ഫോഗട്ടിന് ലഭ്യമാവുന്നതിലൂടെ ഇന്ത്യയുടെ ചരിത്രം കുറിക്കുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. അതാണ് ഇവിടെ ആ ചരിത്രം കൂടിയാണ് ഇവിടെ ഇല്ലാതായി പോകുന്നത്. സ്വാഭാവികമായിട്ടും 50 കിലോ വിഭാഗത്തിലാണ് അവർ മത്സരിക്കുന്നത്. ഈ ഭാരപരിശോധന നടത്തുന്ന ആ ഒരു സമയം എങ്ങനെയായിരിക്കും? ആ സമയത്ത് ഈ കുറച്ച് വെള്ളം അധികം കുടിച്ചാൽ പോലും നമ്മുടെ ഭാരത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരുടെ പരിശീലകന്മാരോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ? എന്താണ് നമുക്ക് അത്തരത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇങ്ങനെ അയോഗ്യയാകാനുണ്ടായ ഒരു കാരണത്തെ പറ്റിയുള്ള ആ തരത്തിലുള്ള വിവരങ്ങളൊന്ന് പറയാമോ? ആ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി. അക്ഷയ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് പാരീസിൽ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സാധാരണയായി ഗുസ്തിയുടെ നിയമപ്രകാരം 2 ദിവസങ്ങളിൽ, അതായത് യോഗ്യതാ റൗണ്ട് നടക്കുന്ന ആ ദിവസം ഒരു പരിശോധന ഉണ്ടാകും. അതിനുശേഷം ഫൈനൽ മത്സരം നടക്കുന്ന ആ ദിനവുമാണ് രണ്ടാമത്തെ പരിശോധന ഉണ്ടാവുക. അതിൽ ഇന്ന് രാവിലെ നടന്ന പരിശോധനയിലാണ് വിനേഷ് ഫോഗട്ടിന് ഭാരപരിശോധനയിൽ അദ്ദേഹം അയോഗ്യയാക്കപ്പെടുന്നു എന്ന അഭ്യൂഹം പുറത്തു വന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറായി ഇത്തരത്തിൽ ചില സൂചനകൾ പുറത്തുണ്ടായിരുന്നു. പക്ഷെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വൈകുകയായിരുന്നു. ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിലാണ് താരം അയോഗ്യയാക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 100 ഗ്രാം അധികം വന്നു. അതായത് 50 കിലോഗ്രാം വിഭാഗത്തിലാണ് ഇന്ന് വിനേഷ് ഫോഗട്ടിന് ഫൈനൽ മത്സരം നടക്കാനിരുന്നത്. ഇതിൽ 100 ഗ്രാം ഭാരം അധികമായിരിക്കുന്നു എന്ന കണ്ടെത്തലാണ് പാരീസിൽ നിന്ന് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താരത്തിന് ഇപ്പോൾ ഫൈനൽ മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മെഡൽ ഉറപ്പിച്ച ഘട്ടമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ആ ഘട്ടത്തിലാണ് ഇത്രയും നിരാശാജനകമായ ഒരു വാർത്ത പാരീസിൽ നിന്ന് പുറത്തു വരുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 4ാം മെഡൽ ഉറപ്പിച്ച ഘട്ടത്തിൽ ഇത്തരമൊരു വാർത്ത അത് അങ്ങേയറ്റം നിരാശാജനകം തന്നെയാണ്. ഇന്ന് രാത്രിയായിരുന്നു ഫൈനൽ മത്സരം നടക്കേണ്ടിയിരുന്നത്. ഫൈനൽ മത്സരം നടക്കുന്ന അതേ ദിവസം തന്നെയാണ് രണ്ടാമത്തെ പരിശോധന നടത്താറുള്ളത്. ആ രണ്ടാമത്തെ ഇനി ഇതിന്റെ ഫൈനൽ മത്സരം എങ്ങനെയായിരിക്കും? അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള തുടർ സംഭവങ്ങൾ ഇനി എങ്ങനെയാകും? സാധാരണ നിലയ്ക്ക് സെമിഫൈനൽ ക്യൂബൻ താരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിൽ യോഗ്യത നേടിയത്. അതുകൊണ്ട് തന്നെ സെമിഫൈനലിൽ കൂടുതൽ പോയിന്റ് നേടുന്ന ഒരു താരം തന്നെ ഫൈനലിലേക്ക് എതിരാളിയായി എത്താൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സാധ്യതയുള്ളത്. അക്ഷയ.